ഇതെന്നാ മോളെ ഇതിൻ്റെ ഉള്ളിൽ അവിടെ 2 പോത്തുണ്ട് നിർത്തിയിട്ടുണ്ട്. വേണ്ടോ? ഇവിടെ 2 പോത്തുണ്ട്. എന്നാണെങ്കിൽ ഞാൻ വെള്ള ജ്യൂസ് ആദ്യം ഇട്ടതാണ്. ഞാൻ ഇതിന് നെയ്യിൽ ഇടാറുണ്ട്. അതിപ്പോൾ കഴിക്കാൻ എടുത്ത് വെച്ചുള്ളൂ. പിന്നെ ഞങ്ങളവിടെ മഴ പെയ്യുന്നു. നമ്മൾ അടച്ചിട്ട് തുണി കൊണ്ട് കൂട്ടാറ്. ആരുടെ ആണെങ്കിലും സോറി തലക്കില്ല കാണില്ലേ. 2 അവിടെ ഇരിക്കുന്നുണ്ട്. 2 അടച്ചു. ഒന്ന് ഞാൻ അടച്ചു. ഞാൻ വലിക്ക് മിസ്സാവണം. ഞാൻ ഇവിടെ സെമിത്തേരി ഒരു കാര്യം അങ്ങോട്ട് പോട്ടെ. ഇവിടെ ഞാൻ തിരിച്ചു വിളിക്കാട്ടെ. 2 മിനിറ്റ്. നല്ലോണം ഞെക്കി പിടിക്കണം. ഈ കൈ മാറ്റി പെട്ടെന്ന് ഇരിക്കുന്നില്ല. ലെവലിൽ പോട്ടെ. കറക്റ്റ് ഇപ്പം ലെവലാണ് കിടക്കുന്നത്. കുറച്ച് കൈ പൊള്ളുന്നുണ്ട്. കൈ പൊള്ളും പക്ഷേ കിട്ടോ. കാല് മാറ്റി കാല് കൊല്ല പൊളിഞ്ഞ കുറച്ച് നേരം കിട്ടിയാ നോക്കി വെക്ക്. എനിക്കറിയാവുന്നവരൊക്കെ വെച്ചിട്ടുണ്ട്. മതി അത് മതി. അപ്പോൾ അത് ഒട്ടിച്ചോണ്ടിരിക്കുക. കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ? അതെയോ? മുരളി അത് അവസാനം മതി. അതിൻ്റെ അകത്ത് സോഫ്റ്റ് ആയിട്ടുള്ള മതി. അതെയോ? ഇത് ഒരു 10 മിനിറ്റ് കൂടെ കഴിയും. എന്നിട്ട് വിളിച്ചാൽ മതിയോ വീഡിയോ കോള്? 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീഡിയോ കോൾ വിളിച്ചാൽ മതിയോ? കറക്റ്റ് ഇത് തെറ്റാതെ നോക്ക് വെക്കണേ. പിന്നെ അളവിൽ ചെറിയ വ്യത്യാസം, ഇവിടെ അളവിൽ വ്യത്യാസം അത് കുഴപ്പമില്ല. ഇച്ചിരി സാധനം റെഡിയായി. ഉൾപ്പെടെ ഒരു 4-5-6 സീറ്റ് ഒട്ടിക്കാനുണ്ട്. പെട്ടെന്ന് ഒട്ടു. പെട്ടെന്ന് 2 കഴിഞ്ഞു. സെക്കൻഡുകൾക്കും കഴിയും. എന്നിട്ട് വിളിച്ചാൽ മതിയോ? വീഡിയോ കോൾ വേണോ? സെക്കൻഡുകൾക്ക് അധികം കഴിയുമ്പോൾ ഇതാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഇച്ചിരി സ്പിരിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് പോകുന്നു തോന്നുന്നു. അതിന്റെ പുറത്തായത് തൂത്തുകളാണ്. മറ്റേ എന്ത് വലിച്ചോണ്ട് പോവല്ലോ. ഇത് കുറച്ച് ഇരുന്നോളൂ. കുഴപ്പമില്ല. വിട്ടേ
മതി. മോള് തല ഒന്ന് മാറ്റി ഞാൻ അവിടെ ഇരിക്കട്ടെ. തൂക്കം വയ്ക്കുന്ന പോകണം. ഇരുന്നോളും പക്ഷെ ഇരുന്നോളും. മഴ നനയാതെ നോക്കിയാൽ നമുക്ക്. അത് ഇത് സാനിറ്റൈസർ ഇട്ടാൽ ചിലപ്പോൾ പോയിരിക്കും. നാളെ രാവിലെ വരുമ്പോ ഇനി എടുത്തെടുക്കുമ്പോ പശയുടെ അവിടെ ഗ്ലൗസ് ഇല്ലേ, പിന്നെ നമ്മൾ എന്തിനാ എത്ര കഷ്ടപ്പെടണേ? അതെ, അത്രയും പശ വേണ്ട കേട്ടോ. ഇല്ല, ഇതിന്ന് ഞാൻ കൊറേ അയക്കാം. ശരി, ഇല്ല അല്ലേ? അയക്കാം. ശരി, ഇത്രയും വേണ്ടിണ്ടായിരുന്നു അല്ലേ? ഇല്ല വേറെ ഒന്നുമില്ല കേട്ടോ. പക്ഷെ ഇത്ര വേണ്ട. ഞാൻ നാളെ വൈകുന്നേരമായിട്ട് വിളിച്ചുണ്ട് കേട്ടോ. ശരി, ഇത്ര ഇനിയും കുറയ്ക്കാല്ലേ? മഴ വരുന്നു. ശരി, ബൈ. പപ്പയുടെ നാക്ക് മഴ വരുന്നു. പപ്പയുടെ നാക്ക് മഴയില്ലാന്ന് പറഞ്ഞത് മഴയും വന്നു. കുഴപ്പമില്ല, ഷീറ്റ് വന്നിട്ടുണ്ടല്ലോ. അല്ല, ഇത് ഒട്ടിക്കുന്നുണ്ട്. ഒട്ടിക്കുമ്പോൾ മഴ വന്നാൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ആ കണക്കിലൊട്ടിച്ചാൽ ചേട്ടൻ ഒഴുക്കുമല്ലോ, പിന്നെ അത് പൊളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാവും. ഡാഡി ഒഴുക്കുമല്ലേ എന്നായി കാണിച്ചെന്ന് ചോദിച്ചിട്ട്. ഇല്ല, ഇപ്പം എല്ലാം കറക്റ്റാണ്, ഒന്നൂറ് കുഴപ്പമില്ല. ഡാഡി ഇത് എന്താക്കി തന്നിട്ട ആള് ഡാഡി. ഡാഡി ഞാൻ വിചാരിച്ചു അമ്മാളുവിൻ്റെ ഡാഡി അത് ഇനിയിപ്പോൾ ആളെ കൂട്ടാണ്ട് വന്നിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആക്കൂന്ന്. അത് ഒട്ടി കുഴപ്പമില്ല. അതല്ലേ അനങ്ങുണ്ട്. ഇനി കുഴപ്പമില്ല, അത് വിട്ടോ. ഫോൺ എടുത്ത് പോക്കറ്റിലിടും. അപ്പൊ എന്റെ ഫോൺ പപ്പയുടെ ഫോൺ എടുത്ത് പോക്കറ്റിലിടും. മോൾക്കല്ല ഇത് പൊക്കി പിടിക്കണം. ഏതെങ്കിലും ഒന്ന് പൊക്കി പിടിക്കുക, വെള്ളം വീഴല്ലേ. മിക്സ് ആക്കാൻ കാരണം ഞാൻ കോളേജിൽ മിക്സ് ആക്കുന്നുണ്ട് സിമെന്റ് ഒക്കെ, അതുകൊണ്ട് അത് കുറഞ്ഞ് സാരമില്ല, അതെല്ലായിടത്തും എത്തുള്ളൂ. ഇല്ലാത്ത സ്ഥലത്ത് തേച്ചറിയാം, അന്നേരം ഓക്കെ ആവും. ഇപ്പോഴാ കറക്റ്റ് മുകളിലെടുത്ത് അല്ലേ? ഇങ്ങനെയല്ലേ നമ്മള് ബ്ലഡ് സ്മിയർ ചെയ്യുമ്പോൾ സ്ലൈഡ് പിടിക്കുന്നത്? അതെ, ചേട്ടാക്കി എങ്ങനെ അറിയാം? പഠിക്കുന്നുള്ളൂ. സ്ലൈഡ് ഒരു സ്ലൈഡില് ബ്ലഡ് ബ്ലഡ് ഒരു തുള്ളി ഒഴിച്ചിട്ട് മറ്റേ കൊണ്ട് വലിക്കല്ലേ? അങ്ങനെ പിടിക്കാം. മഴയില്ലാന്ന് പറഞ്ഞത് മഴ വരുന്നത്. പശ വെക്കണ്ടേ? ചേട്ടായി മാറ്റി പിടിക്കണം. ചേട്ടായിട്ട് അതിൽ നിന്ന് കൃത്യമാണ് ഇതിലേക്ക് വെള്ളം വീഴുന്നത്. തുടച്ചു തുടങ്ങിയിട്ടുണ്ട്. തുണിയുടെ തുറക്കണം. ഇതും കൂടെ അവിടെ പിന്നെ രണ്ടെണ്ണം ഈ സൈഡാ, അങ്ങനെ അന്ന് പറഞ്ഞു. അപ്പൊ തുല്യം വെക്കണ്ട? അപ്പൊ തുല്യായിട്ട് വെക്കണ്ട? അതിനകത്ത് എങ്ങനെയാണ് വീഡിയോയിൽ കാണിച്ച അല്ല ഫോട്ടോയിൽ കാണിച്ച അതുപോലെ വെക്കാം. ഫോട്ടോയിൽ അങ്ങനെയാണ്. എങ്ങനെയാ ഏറ്റവും അവസാനം മത്തായി വരുന്നത്? എനിക്ക് മറ്റേ ഇപ്പുറത്തെ സൈഡാ. അല്ലേ ഇപ്പൊ മലയാളത്തിൽ അമ്മാളും പറഞ്ഞത്.
അത് വിട്ടാൽ അവർ ഇല്ലെന്നേ അത് താഴേക്ക് പോകണം. താന്നു പോണ്ട് കുറച്ചൊന്ന് സ്റ്റിക്കി ആവണം ആ പശ. ഔട്ടായി അവിടെയൊക്കെ അങ്ങനെയാ. ഇപ്പൊ നോക്കിയേ, മഴ പോയി ഇല്ല. അല്ല വരാം സാധനം വരട്ടെ. അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ട്. അടുത്ത് തന്നെ വെച്ചോട്ടെ. അതിൻ്റെ തൊട്ടടുത്ത് അവസാനത്തെ മുഴുവൻ തൂത്ത് പഠിച്ചിരുന്നു കേട്ടോ പശ. ആ അത് മതി. ആ വരയുടെ കറക്റ്റ് നോക്കി വെച്ചോ. ആ വര തീർന്നതിൻ്റെ കറക്റ്റ്. വര തീർന്നില്ലേ? അതിന് കറക്റ്റ് ഇങ്ങോട്ട് നീക്കിക്കോ. ആ ഓക്കെ. പൊട്ടുന്നവരെ തന്നെ ഒഴുകി പോകും. അതാ ഞാൻ പറഞ്ഞത്. ആ സ്റ്റിക്കി സ്റ്റേജ് എത്തിക്കഴിഞ്ഞാലേ അത് മര്യാദയ്ക്ക് കിട്ടും. തുണി വെട്ടി പിടിച്ചോ. ഇതോ അല്ല മറ്റോണ്ട് തേച്ചിട്ട് അവസാനം തേച്ചാൽ പറയുന്നു. അല്ലേ താഴേക്ക് വീടുണ്ടോന്നാ നോക്കണ്ടേ. ഈ സൈഡോ മുട്ടിയോ കറക്റ്റാണല്ലോ. ഇച്ചിരി പശ അതിൻ്റെ ലൈനിൻ്റെ പുറത്തേക്ക് പോയിട്ട് ഇപ്പുറത്തേക്ക്. ഇനി മെഴുകുതിരി മുഴുവൻ ചിരണ്ടി കളയണം. അത് ഇതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലേ? അതെ അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. കുറച്ച് കട്ടിയുള്ളതാണ്. കട്ടിയുള്ളതാണെങ്കിൽ കോല് ഉണ്ടാ അവിടെ കമ്പി ഉണ്ട്. ഇപ്പം അതൊന്നും ചെണ്ടാൻ പോകണ്ട. അല്ല അത് ചേട്ടാനെ ഇപ്പം ആൻറ്റി പറഞ്ഞ അതിന് ഉള്ളിയൊക്കെ എടുത്തോണ്ടെന്ന് പറഞ്ഞില്ല. നാളെ മെഴുകുതിരി കത്തിക്കാൻ അവര് 5 ചെയ്താൽ മതി. 5:30 വരണോ? നമ്മള് ഇത് തിരിയൊക്കെ വെക്കണ്ടേ? അന്നേരം വരുമ്പോൾ ഒരു ഉളി എന്തെങ്കിലും കൊണ്ടിട്ട് ചെയ്തത്. അവസാനത്തെ ഒട്ടിക്കാനാണ്. കൈ മാറ്റി അമ്മാളിൻ്റെ കൈ മാറ്റി. ഓക്കെ കുറച്ചും കൂടി നിൽക്ക്. ആ ഓക്കെ. അത് ഇനി കുറേ നേരം പിടിച്ചു വെക്കണം. ഇവിടെ അടിയിലൊരു സപ്പോർട്ട് വെച്ചാലോ? ഈ ആദ്യം ഒട്ടിച്ച് താഴേക്ക് പോയി നോക്കി. ഇല്ല അതാണ് ആദ്യം ഒട്ടിച്ച്. അത് താഴേക്ക് പോകില്ല.
താഴേക്ക് കൊണ്ട് ഇതാണ്. ഏറ്റവും താഴ്ത്തോ നോക്കി. ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇതോട്ടുണ്ട്. കുറേ ഒരു മിനിറ്റ് പിടിച്ച് വെക്കണം. ഞാൻ മാത്രം വയസ്സില്ലാത്ത ഇവിടുന്ന് എടുക്കണം. മാറി സെൻറ്ററിന് എടുക്ക്. ബാക്കിലെ പോക്കറ്റില്ല ആയിരിക്കണം. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പോകുന്നു.